താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. അത് ശരിയാണ്. പിന്നെ ഗൂഗിൾ എർത്തിനു ബദലായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ് ഭുവൻ. അതും ശരിയാണ്. പിന്നെ 2009 മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഭുവൻ ISRO ആണ് നിർമ്മിച്ചത്. അതും ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ? എയും ബിയും സിയും ശരിയാണ്. അപ്പോൾ എന്താണ് താഴെ തന്നിരിക്കുന്നത് ശരിയായ പ്രസ്താവന ചോദിച്ചാൽ ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ഗൂഗിൾ എർത്തിനു ബദലായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനം 2009 മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഭുവൻ ISRO ആണ് നിർമ്മിച്ചത്. മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്താ അവതാരകനാണ് ഇവാൻ. ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. GST എന്നതിൻ്റെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ്. അത് ശരിയാണ്. 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നടപ്പിലാക്കിയത്. അത് തെറ്റാണ്. ബി തെറ്റാണ്. ഏതാണ് വകുപ്പ്? 101. 101-ലാണ് GSTയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. പിന്നെ നോക്കൂ, 2017 ജൂലൈ 1-നാണ് ഈ നിയമം നിലവിൽ വന്നത്. അത് ശരിയാണ്. പിന്നെ അടുത്തത് നോക്കൂ, ഇതൊരു പ്രത്യക്ഷ നികുതി ആണോ? അല്ല, ഇത് പ്രത്യക്ഷ നികുതിയല്ല, പരോക്ഷ നികുതിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും? എയും സിയും അല്ലേ? എയും സിയും. ഏതാ? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ഏതാ? സി. നൽകിയിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. സൂചന തന്നിട്ടുണ്ട്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ട് പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. അപ്പോൾ ഇത് ഏതാണ്? ഇതിൻ്റെ ഓപ്ഷൻ ഏതാ? ആൻസർ ഏതാ? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അപ്പോൾ ഏതൊക്കെയാണ്? നഗരങ്ങളിൽ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ട് പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. ഇത് ഏതാണെന്ന് ചോദിച്ചാൽ സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന.